welcome back to yet another series of Marble Gallery. ഇത് നമ്മുടെ yet another home series ആണ്. എൻ്റെ യൂഷ്വൽ ഹോം സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്ഡോറിൽ നിന്നാണ്. ഈ ഒരു വീടിൻ്റെ ഒരു മാസീവ്നെസ്, ഇതിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇത് ഇൻഡോറിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരിക്കുക? സോ ഞാനിപ്പോൾ ഇവിടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണുള്ളത്. നമ്മളിവിടെ ഒരു കസ്റ്റമർ മിസ്റ്റർ മൊയ്തീൻ, ഹൂസ് എൻ NRI, പുള്ളിയുടെ വീട് കവർ ചെയ്യാനാണ് നമ്മളിന്ന് വന്നത്. നമുക്ക് ഈ വീട്ടിലോട്ട് നമ്മുടെ ഇമ്പോർട്ടഡ് റൂഫ് തേഹാസ് ബോർഹ സപ്ലൈ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ നമ്മുടെ വാൾ ക്ലാഡിങ്, ഇഫ് യു ലുക്ക് അറ്റ് ദ ട്രാവൻടൈൻ ദർ ബ്രൗൺ, അത് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റി. നമുക്ക് സാനിറ്ററി വെയർ സപ്ലൈ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് ഫ്ലോറിംഗ് സപ്ലൈ ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഓഫ് മാർബിൾ ഗാലറി കൊടുക്കാൻ പറ്റിയ ഈ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ലെറ്റ്സ് സീ. സോ നമുക്ക് നമ്മുടെ കസ്റ്റമറിനെ പരിചയപ്പെടാം. പുള്ളിനോട് ഈ ഒരു ഹോം ഡിസൈൻ ഏത് ആർക്കിടെക്ട് ചെയ്തു എന്ന് ചോദിക്കാം. അതേപോലെ മാർബിൾ ഗാലറിയുടെ സർവീസിനെ പറ്റിയും ചോദിക്കാം. കം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ കസ്റ്റമറിനെ പരിചയപ്പെടാം. സർ, മോർണിംഗ്. സാറിൻ്റെ ഒരു ചെറിയ സ്മോൾ ഇൻട്രഡക്ഷൻ നമ്മുടെ കസ്റ്റമറിന്. എൻ്റെ പേര് മൊയ്തീൻ. ഞാൻ ദുബായിലാണ്. ദുബായിൽ ബിസിനസ്സാണ്. ദുബായിലും നാട്ടിലുമായിട്ട് ബിസിനസ്സാണ്. സർ, ദുബായിൽ എത്ര നാളായി സർ? 2000 മുതൽ ദുബായിലുണ്ട്. 2000. എന്ത് ബിസിനസ്സാണ് സാറിന് അവിടെ? അവിടെ ഇലക്ട്രോണിക്സ്, സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ് മെയിനായിട്ട്. CCTV ക്യാമറ, ഓക്കെ, TV ചാനലുകൾ. ഓക്കെ. സാറിൻ്റെ ഓൺ ബിസിനസ്? ഓക്കെ. ഫാമിലിയും സാറിൻ്റെ കൂടെ അവിടെ സെറ്റിൽഡ് ആണോ? സെറ്റിൽഡ് ആയിരുന്നു. ഇപ്പം നാട്ടിലാണ്. സർ, ഞാൻ ഈ ഒരു വീടിൻ്റെ ഒരു മാസീവ്നെസ്സും ഇതിൻ്റെ ഒരു ബ്യൂട്ടി കണ്ട് കംപ്ലീറ്റ്ലി സ്റ്റണ്ട് ആണ്. ബിക്കോസ് ഈ സച്ച് വീട് മാസീവ്, പക്ഷേ ലാൻഡ്സ്കേപ്പ് ഈവൻ ഫർദർ മാസീവ്, ഭയങ്കര വലിയൊരു പ്രോപ്പർട്ടി. ഈ ഒരു തോട്ട് സാറിന് ഓൾറെഡി മൈൻഡിലുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഇവിടെ സാധാ ഒരാളെ കൊണ്ട് വരപ്പിച്ച് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് റിഷാൽ എന്ന് പറഞ്ഞിട്ട്, അവൻ പറഞ്ഞു ഇങ്ങനെ ഒരു ആർക്കിടെക്ട് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് റമീർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, അമീർ ജോബിയാണ് ആർക്കിടെക്ട്. അങ്ങനെ അവർ മൂപ്പർ വരച്ചെന്ന് ഒരു കണ്ടംപററി ട്രഡീഷണൽ സ്റ്റൈലിൽ ഒരുപാടെണ്ണം കാണിച്ചെന്ന് ഇത് നമുക്കൊന്ന് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത്. ഓക്കെ. സോ ആർക്കിടെക്ട്സ് അല്ലേ, അതാണ് അവിടെ ഫേമിൻ്റെ പേര്. ആർക്കിടെക്ട് അമീർ ആൻഡ് ആർക്കിടെക്ട് ജോബിൻ, അവർ ബേസിക്കലി മലാപ്പറമ്പിലാണ്. സോ ഇവരായിട്ടുള്ള ഒരു കൊളാബറേഷൻ സാർ ഒരു ഫ്രണ്ട് ത്രൂ ആണെന്ന് പറഞ്ഞു. അവരായിട്ടുള്ള കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? ഈ രണ്ടുപേരും ഇൻ ദിസ് ഹൗസിൻ്റെ ഒരു ഡിസൈൻസ് ആൻഡ് കാര്യങ്ങളായിട്ട് നല്ല കോപ്പറേറ്റ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഓരോന്നിലും നമുക്കിപ്പോൾ പർച്ചേസിങ്ങിലാണെങ്കിൽ ആദ്യം മുതലേ ഓരോന്നിലും ഇടപെട്ടിരുന്നു. ആദ്യം പിന്നെ ഫാദറാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. മൂപ്പറാണെങ്കിലും സാറ്റിസ്ഫൈ തന്നെയാണ്. പിന്നെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമ്മൾ പ്ലാനിൽ ഇല്ലായിരുന്നു. പിന്നെ 1 by 1 മൂപ്പർ ഒരു ഐഡിയകൾ പറയും, അതിങ്ങനെ ആയി വന്നതാണ്. ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചെയ്തു അങ്ങനെ ആയി വന്നതാണ്. സാറിന് റൂഫിംഗ്, അതേപോലെ കുറച്ച് ഫ്ലോറിംഗ്, സാനിറ്ററി വെയർ ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള ഭാഗ്യം മാർബിൾ ഗാലറിന് കിട്ടി. സാർ എങ്ങനെയാണ് മാർബിൾ ഗാലറിനെ പറ്റി അറിഞ്ഞത്? മാർബിൾ ഗാലറിയിൽ നമ്മളെ ആർക്കിടെക്റ്റിന്റെ കൂടെ പോയതാണ് ആദ്യം. ഓക്കെ. ആർക്കിടെക്ട് അമീറാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അമീറിന്റെ കൂടി പോയി ആദ്യം റൂഫ് കണ്ടിരുന്നു. റൂഫ് ടൈൽ അവിടെ കണ്ട ശേഷം പിന്നീട് ഞങ്ങൾ കുറച്ച് റൂഫ് ടൈൽ ഇവിടെ കാസർഗോഡ് വന്നിട്ട് കുറച്ച് ഷോപ്പുകളിലൊക്കെ നോക്കി. ആദ്യം ഇത് കണ്ട ശേഷം പിന്നെ ബാക്കിയുള്ള ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇതന്നെ വാങ്ങാൻ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചു. സർ, മാർബിൾ ഗാലറി പ്രോഡക്റ്റിനെ പറ്റി സംസാരിച്ചു. സാറിന്റെ സർവീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സോ ഡെലിവറി സർവീസ്, സാറിനെ ഹെൽപ്പ് ചെയ്ത് എക്സിക്യൂട്ടീവിന്റെ നല്ല സർവീസാണ് മാർബിൾ ഗാലറിന്. ഓരോ കാര്യങ്ങളും ഫോളോ അപ്പ് ഉണ്ട്, വിളിച്ച് ചോദിക്കും. അതുപോലെ തന്നെ ജംഷീർ അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് തോന്നുന്നു എനിക്ക്. അതെ, ജംഷീർ മൂപ്പർ നല്ല ഫോളോ അപ്പ് ആണ്. സാധനം ഡെലിവറി കാര്യത്തിലാണെങ്കിലും വേറെന്ത് കാര്യങ്ങളിലാണെങ്കിലും. അതല്ലാതെ ഇപ്പൊ ഉദാഹരണം അവരതല്ലാത്ത സാധനങ്ങൾ ചിലപ്പോൾ വാങ്ങുന്നതെന്ന് വിചാരിക്കാം. പുറത്തുനിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്, ഇവരുമായിട്ട് ബന്ധപ്പെടാത്ത സാധനങ്ങൾ. അതുപോലെ നമുക്ക് ഇവിടെ ഡെലിവറി എത്തിച്ചേരുന്ന മറ്റും ഒരു വളരെ കോർഡിനേഷനും സപ്പോർട്ടും ആയിരുന്നു. ഓക്കെ.
ആർക്കിടെക്റ്റിന്റെ സപ്പോർട്ടിനെ പറ്റി കാര്യമായിട്ട് പറഞ്ഞു, പക്ഷെ ഇവരുടെ ഡിസൈൻസ് അതേപോലെ തന്നെയായിരുന്നു സാറിൻ്റെ ഒരു തോട്ടും പ്രോസസ്സൊക്കെ അങ്ങനെ തന്നെയായിരുന്നു? ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ 3D വരച്ച് കാണിക്കും. ഓരോ പാർട്സിനും ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും വീട്ടിനകത്താണെങ്കിലും ആ 3D ഏകദേശം 99% അത് തന്നെ ആയിരിക്കും അവസാനം ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതെ അതെ അതെ, അത് ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ? നമ്മൾ എന്ത് കാണുന്നു നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. ഒന്ന് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇതന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ടായിരിക്കും ഇത് വരുമോ 3D പോലെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. വെരി നൈസ്. സോ നിങ്ങൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടില്ല, ഒരു മജ്ലിസ് സ്റ്റൈൽ, ഒരു ലക്ഷറി സ്റ്റൈലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സോ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ കൂടെ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്തതിനും ഞങ്ങൾക്ക് ഈ വീടൊന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു പെർമിഷൻ തന്നതിനും വളരെ നന്ദി. ആൻഡ് താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. സോ നമ്മളിപ്പോൾ കണ്ട 10,000 സ്ക്വയർ ഫീറ്റ് ഹൗസിൻ്റെ എക്സലൻറ്റ് ആർക്കിടെക്ചറും എക്സലൻറ്റ് ഡിസൈൻസും ആരാണ് ചെയ്യുന്നത് നമുക്ക് പരിചയപ്പെടണ്ടേ? കം. മൊയ്തീൻ്റെ വീട് നമ്മളെല്ലാവരും കണ്ടു. വാട്ട് എ മാസീവ് പ്രോജക്റ്റാണ്. സോ ഈ ഒരു ജേർണി ഫ്രം പ്ലാനിങ്, ഡിസൈനിങ് ടു എക്സിക്യൂഷൻ ടു ഫൈനൽ നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എത്ര ഇയേഴ്സ് എടുത്തു? നമ്മൾ ആ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2019-ലാണ്. അത് ഓൾമോസ്റ്റ് അത് ഫിനിഷ് ചെയ്യാൻ 4 വർഷത്തോളം എടുത്തു. ആ 4 വർഷം എടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ നമ്മളൊരു കൊറോണ വന്നു, അങ്ങനെ ഒരു ചെറിയൊരു ബ്രേക്കിംഗ്, ഒരു ഓൾമോസ്റ്റ് ഒരു 1 ഇയറിൻ്റെ അടുത്ത് ബ്രേക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു. സോ കസ്റ്റമർ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ആക്ച്വലി ഒരു ട്രഡീഷണൽ ആൻഡ് കണ്ടംപററി രീതിയിലൊരു ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ആ പ്രോജക്റ്റിൽ, ഇറ്റ്സ് ബോത്ത്, രണ്ടും ഇൻവോൾവ് ആണ്. അപ്പോൾ നിങ്ങൾ കസ്റ്റമറോട് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിരുന്നത് അതൊരു ട്രഡീഷണൽ ആണോ കണ്ടംപററി ആണോ, എങ്ങനെയാണ് ഈ ഒരു പ്ലാനിങ്ങിലോട്ട് ഈ രണ്ടും കൂടി മിക്സ് ചെയ്തൊരു വീട്? അല്ല, നമ്മളത് പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മോഡേൺ സ്റ്റൈലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ്. ഓക്കെ. അപ്പോൾ അവർക്ക് 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നുകിൽ നമ്മളൊരു കണ്ടംപററി സ്റ്റൈൽ, അല്ലെങ്കിൽ മോഡേൺ ഒരു റൂഫിംഗ് സ്റ്റൈലൊക്കെ വെച്ചിട്ടുള്ള ഒരു മോഡേൺ സ്റ്റൈൽ. ഇതിലേക്ക് നമ്മൾ എത്താനുള്ള കാരണം വെച്ചാൽ കണ്ടംപററി കൊടുത്ത സമയത്ത് അവർക്ക് ഒരു ഓപ്ഷനും കൂടെ അവർ ചോദിക്കുന്നു. അപ്പൊ ഈ കണ്ടംപററിയും അതുപോലെ ഒരു കൊളോണിയൽ നിന്നുള്ള കുറച്ച് പോർഷൻസും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മോഡേൺ സ്റ്റൈലിലേക്ക് നമ്മളിതിനെ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. അവിടെ യൂസ് ചെയ്ത് മാർബിൾ ഗാലറിയുടെ തേഹാസ് ബോഹ റൂഫിംഗ് ആണ്. ഓക്കെ. സോ അതിലോട്ട് എത്തിപ്പെടാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഫൈനലി, ബിക്കോസ് കസ്റ്റമറും പറഞ്ഞു കുറേ റൂഫിങ്സ് അവർ നോക്കിയിട്ടും അവർക്ക് ഫൈനലി ഇത് കണ്ടുപോയിട്ട് നമ്മുടെ റൂഫിംഗ് കണ്ടുപോയിട്ട് അവർ വേറെ കുറേ ഓപ്ഷൻസ് നോക്കി, ബട്ട് ഫൈനലി അവർക്ക് വന്ന് ഇഷ്ടപ്പെട്ടത് നമ്മുടെ റൂഫിംഗ് തന്നെയാണ്, മാർബിൾ ഗാലറിയുടെ തേഹാസ് ബോറയാണ്. അപ്പോൾ അതിലോട്ട് ഫൈനലി വരാനും അത് നിങ്ങൾക്കും അത് ചൂസ് ചെയ്ത് ഇഷ്ടപ്പെടാനും അത് എന്താണെന്ന് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും? ആ വീടിനെ കേസ് ചെയ്തിട്ട് ഏറ്റവും മേജർ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് റൂഫാണ്. കാരണം എന്താന്ന് പറയുന്നത്, ഫസ്റ്റ് ആ വീട് കാണുന്നത് അതിന്റെ റൂഫിങ്ങിലൂടെയാണ്. അതെ. കാരണം വീട് കുറച്ച് ആ വീട്ടിലേക്കുള്ള മെയിൻ എൻട്രി എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നും താഴേക്ക് വരുന്നത്. ടോപ്പിൽ നിന്ന് നേരെ വീട് കാണാൻ റൂഫിന്റെ ടോപ്പാണ്. അതെ, റൂഫാണ് കാണുന്നത്. അപ്പൊ അതിലേക്ക് അത്ര യുണീക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വേണം. അതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് തേജാസ് ഓർജ ആയിരുന്നു. അത് പുള്ളിക്കാരന് ക്ലയന്റിന് നമ്മൾ കാണിച്ചു കൊടുത്തു, അവർക്കും അത് ലൈക്കായി. അങ്ങനെ അതിലേക്ക് തന്നെ ആ റൂഫ് എന്നുള്ളത് തേജാസ് ഓർജയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. നമ്മളൊരു 10 ഇയർ ആയിട്ട് മാർബിൾകാരായിട്ടൊരു നല്ല ബന്ധമുള്ളതാണ്. പിന്നെ അവിടുന്ന്
മെയിനായിട്ട് അവിടുത്തെ സെയിൽസ് എന്ന് പറയുമ്പോൾ ജംഷീറുമായിട്ടാണ് കൂടുതൽ ബന്ധമുള്ളത്. റൂഫിംഗ് ഐറ്റംസും അവിടെ നിന്നാണ് എടുത്തത്. അതേപോലെ പഴറ്റിനോ മാർബിൾ എടുത്തിട്ടുണ്ട്, അതേപോലെ ക്ലാഡിംഗ് ടൈൽസ് എടുത്തിട്ടുണ്ട്, പിന്നെ കാറ്റ്ലാനോൻ്റെ സാനിറ്ററി ഐറ്റംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി അവിടുത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. So get in touch with these architects in the complete firm details നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ടാവും. So once again thank you so much Architect Amir, Architect Jobin. Thank you for having this chat with us. ഓക്കെ, അപ്പോൾ നമ്മുടെ സർ മൊയ്തീൻ സാറിനെ പരിചയപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഐ വുഡ് സേ ദാറ്റ് സാറിൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു ഡ്രീം ഹോമിനെ ഒരു പ്യോർ കംപ്ലീഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റി നമ്മുടെ ആർക്കിടെക്ട് അമീർ ആൻഡ് ആർക്കിടെക്ട് ജോബിന്. സോ ഐ ഷുഡ് സേ ഹാറ്റ്സ് ഓഫ് ടു യു. ആൻഡ് സെക്കൻഡ്ലി അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാകാൻ മാർബിൾ ഗാലറിക്കും കൂടി പറ്റി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് സീരീസ്. വി വിൽ കം ബാക്ക് വിത്ത് യെറ്റ് അനദർ സീരീസ്. ടിൽ ദെൻ ബൈ ബൈ.